നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ വാഹനം ഇറങ്ങുമ്പോൾ നമ്മളിവിടെ ഉള്ളത് ഈ ഒരു വാഹനത്തിൻ്റെ ഓണറേറ്റനായിട്ടുള്ള രഞ്ജിത്തേട്ടനാണ്. നമസ്കാരം. അതുപോലെ തന്നെ ഈ ഒരു വാഹനം ഗ്രാഫിക്സ് ചെയ്തിട്ടുള്ള നമ്മുടെ അജയ് ചേട്ടനാണ്. അപ്പോൾ ഇന്നൊരു ചരിത്ര നിമിഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാനുണ്ട്. ഇതുപോലെ ഒരു വണ്ടി ഇറങ്ങുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആളുകൾ അറിയാനും ആഗ്രഹിക്കുന്നുണ്ടല്ലോ. എല്ലാവരും പ്രകാശ് ബോഡിയുടെ പിന്നാലെ പോകുമ്പോൾ ചേട്ടൻ എന്തുകൊണ്ട് വന്ന് ഈ ഒരു കൊണ്ടോടി ബോഡിയിലേക്ക് എത്തി? അതായത് മുന്നേ ബസ് നമ്മൾ ബോഡി ചെയ്യാൻ പോകുന്ന സമയത്ത് ഒന്നെങ്കിൽ ഏജന്റ് ത്രൂ പോകണം, അല്ലെങ്കിൽ നമ്മൾ വണ്ടി ബോഡി ചെയ്യാൻ കൊടുത്തതിന് ശേഷം നമ്മൾ അവിടെ പോയി നിൽക്കണം. പ്രായോഗികമായിട്ട് നമ്മൾ പല ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാകുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അത് പറ്റത്തില്ല. ഇതിപ്പോൾ എന്നെ സംബന്ധിച്ച് കൊണ്ടോടി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എവിടെ ആയാലും കൊണ്ടോടിയിൽ ആക്സസിബിൾ ആണ്. പെട്ടെന്ന് വന്ന് ഒരു ദിവസം കൊണ്ട് കാര്യങ്ങൾ നോക്കി കണ്ട് പോകാൻ പറ്റും. നമുക്ക് പല ഫീൽഡിലോട്ട് അല്ലെങ്കിൽ പല യൂണിറ്റിലോട്ട് പോകേണ്ട കാര്യമില്ല. ബോഡിയുടെ ഫ്രെയിം കയറുന്ന സമയത്തും പാനൽ കയറുന്ന സമയത്തും ബോഡി ഇന്റീരിയർ കയറുന്ന സമയത്തും എല്ലാം നമുക്ക് വന്ന് കാണാൻ പറ്റും. അല്ലെ കൊണ്ടോടി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഫ്രീഡം ഉള്ള ഒരു സ്ഥലമാണ്. നമുക്ക് മറ്റുള്ളവരുടെ കൂടെ റെസ്ട്രിക്ഷൻസ് കുറവാണ്. അപ്പം നമുക്ക് അഭിപ്രായങ്ങൾ പറയാനും അതിനനുസരിച്ച് കാര്യങ്ങൾ അവർ ചെയ്തു തരാനും വില്ലിങ് ആണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ കൊണ്ടോടി സ്ഥലം. ഇപ്പോൾ വണ്ടി പണിത് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ബോഡി ക്വാളിറ്റി അതുപോലെ തന്നെ വണ്ടിയുടെ ഇന്റീരിയർ ഒക്കെ ഇപ്പോൾ ചേട്ടൻ എന്താണ് തോന്നുന്നത്? പ്രീമിയം ക്വാളിറ്റി എന്ന് പറയാൻ പറ്റും. ബോഡി ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് QC സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് മെയിനായിട്ട് ഫ്രെയിംസ്, അതിന്റെ ഈ സ്ട്രക്ചറിന്റെ സ്ട്രെങ്ത്, ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും മറ്റൊരിടത്തെ പോലെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അവർ യൂസ് ചെയ്യുന്ന വെൽഡിംഗ് മെത്തേഡ്, അവരുടെ ടെക്നിക്കുകൾ എല്ലാം ഹൈ ക്വാളിറ്റിയാണ്. നമ്മൾ പ്രകാശി കാണുന്നതിൻ്റെ കൂട്ട് ഹൈ ക്വാളിറ്റി സംഭവങ്ങളാണ് യൂസ് ചെയ്തേക്കുന്ന. സ്റ്റീലായാലും ഹൈ ക്വാളിറ്റി സ്റ്റീലാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പം അതിൻ്റെതായിട്ടുള്ള ഡ്യൂറബിലിറ്റി എപ്പോഴും വണ്ടിക്ക് ഉണ്ടാവും. അത് കൊണ്ടോടിയെ സംബന്ധിച്ച് വർഷങ്ങളായിട്ട് കൊണ്ടോടി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു കാര്യമാണ് ക്വാളിറ്റി. പിന്നെ കൊണ്ടോടി വണ്ടിയുടെ എപ്പോഴും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒതുക്കമാണ്. വണ്ടി എപ്പോഴും ഒതുക്കമാണ്. നമുക്ക് ഏതൊരു റോഡിൽ ഓടിക്കൊണ്ട് പോയാലും കൊണ്ടോടി കൊണ്ട് കണ്ടാൽ ഷേപ്പ് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. അതെ ചേട്ടാ. അപ്പോൾ ഇതിന്റെ ഗ്രാഫിക്സ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രീന്, ബ്ലാക്ക്, പല കളേഴ്സ് വന്നിട്ടുണ്ട്. എന്താണ് തീം ഉദ്ദേശിച്ചിട്ടുള്ളത്? രഞ്ജിതണ്ണം പറഞ്ഞത് ടോർപിഡോ എന്നാണ് വണ്ടിയുടെ എഡിഷൻ നെയിം. അപ്പൊ അതൊരു വാർ സെറ്റപ്പാ. അതായത് കപ്പല് അതിന്റെ ഒരു സെറ്റപ്പ്, ആ ഒരു ഐഡിയ വെച്ച് ചെയ്തതാണ്. ശരിക്കും പറഞ്ഞ വാഹനങ്ങളൊക്കെ വൈറ്റ് ആയപ്പോഴത്തേനും അജയ് ചേട്ടനൊക്കെ എവിടെയെന്നാണ് എല്ലാരും ചോദിച്ചത്. തമിഴ്നാട്ടില്, ഫുൾ ടൈം തമിഴ്നാട്ടില്.